താങ്കളുടെ പരാതിയിൽ DIGയുടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് മുഖ്യമന്ത്രി പോലീസിനെ വെള്ളപൂശിക്കൊണ്ട് സംസാരിക്കുന്നത്. അല്ല, അതൊക്കെ പോട്ടെ. ഞാൻ ഇന്ന് രാവിലെ നിങ്ങൾക്ക് തന്ന വിവരം, ആ ഡോക്യുമെൻ്റ് എന്താ? 33,80,50 രൂപക്ക് ഒരു ഫ്ലാറ്റ് വാങ്ങുന്നു, രജിസ്റ്റർ ചെയ്യുന്നു, 10ാമത്തെ ദിവസം വെക്കുന്നു 65 ലക്ഷം രൂപക്ക്. ഡോക്യുമെൻ്റ് അല്ലേ? അല്ല, ഈ ഡോക്യുമെൻ്റ് നിങ്ങൾ കണ്ടോ? അത് ചോദിക്കുന്ന സഹോദരൻ കണ്ടോ? ഞാൻ ഈ പറഞ്ഞ ഡോക്യുമെൻ്റ് കണ്ടു. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താ? അല്ല, ആ ഡോക്യുമെന്റ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താ? അല്ല, അവിടെ നിൽക്കട്ടെ, അത് നമുക്ക് പറയാം. ഞാൻ ചോദിച്ചതിന് നിങ്ങൾ ഉത്തരം പറയൂ. ആ ഡോക്യുമെന്റ് നിങ്ങൾ കണ്ടു, 33 ലക്ഷത്തിന് വാങ്ങി 65 ലക്ഷത്തിന് വിറ്റു 10 ദിവസത്തിനകം അല്ലേ? ആ കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താ? എന്നാ പിന്നെ നിങ്ങൾ അഭിപ്രായം ചോദിക്കുന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അഭിപ്രായം ഇല്ലെങ്കിൽ, നിങ്ങൾക്ക് സ്വന്തമായ ഒരു അഭിപ്രായം ഇല്ലാത്ത വ്യക്തിയാണെങ്കിൽ നിങ്ങൾ എന്നോട് ചോദ്യം ചോദിക്കണ്ട. നിങ്ങളുടെ വർത്താനല്ല, വേറെ എന്തെങ്കിലും പറയും. നിങ്ങൾക്ക് അഭിപ്രായം ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് ഞാൻ അഭിപ്രായമില്ലെങ്കിൽ പിന്നെ ഞാൻ നിങ്ങളുടെ ചോദ്യത്തിന് എന്തിനാണ് ഞാൻ ഉത്തരം പറയുന്നത്? അതില്ല, അഭിപ്രായമില്ലല്ലോ, ഇവിടെ ഇരുന്നാൽ മതി. അത് ശരിയല്ല. ഇത്രയും കൃത്യമായൊരു സാധനം ചോദിച്ചിട്ട് നിങ്ങൾ അഭിപ്രായം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അഭിപ്രായം ഇല്ലായിരുന്നാൽ പിന്നെ നിങ്ങളോട് സംസാരിക്കാൻ ഐ എം എ ഫൂൾ. ഐ ഡോണ്ട് വാണ്ട് ടു ബി എ ഫൂൾ. ഞാൻ പറയാനൊക്കെ പറഞ്ഞല്ലോ. നിങ്ങളിപ്പോൾ ഒരു പത്രപ്രവർത്തകൻ നിലക്കാണല്ലോ ഇവിടെ വന്നിട്ടുള്ളത്. നിങ്ങൾക്കൊരു ബാധ്യതയില്ലേ? ഈ സമൂഹത്തിൽ ഒരു സാധാരണ മനുഷ്യനെന്ന് അത് നിങ്ങൾ അതിന് കുറേ ഞാൻ പറഞ്ഞല്ലോ. അല്ല, നിങ്ങൾ ചോദിച്ചതിന് ഞാൻ കുറേ മറുപടി അറിയില്ല. ഞാനൊരു ചോദ്യം ചോദിച്ചാൽ ആ വേദിയാണിത്. നിങ്ങളുടെ അഭിപ്രായം അറിയണം, നിങ്ങളുടെ പത്രക്കാരുടെ അഭിപ്രായം അറിയണം. അത് നിങ്ങളോട് വർത്തമാനം പറയാനില്ല. അഭിപ്രായം ഇല്ലാത്തതുകൊണ്ട് ആരെയും വർത്തമാനം പറയും? അല്ല, അത് വേറെ വിഷയം. ഇയാളുടെ അഭിപ്രായം ചോദിച്ചല്ലോ, അതിനാണ് ഉത്തരം പറയണ്ടേ. 33 ലക്ഷത്തിന് വാങ്ങിയ ഫ്ലാറ്റ് 10 ദിവസം കഴിഞ്ഞാൽ 65 ലക്ഷത്തിന് വിറ്റാൽ താങ്കളുടെ അഭിപ്രായം ചോദിച്ചാൽ എനിക്കൊരു അഭിപ്രായം ഇല്ല. പിന്നെ അദ്ദേഹത്തിനോട് ഞാൻ തന്നെ വർത്തമാനം പറയുന്നു. വിഷയമൊന്നും മാറ്റണ്ട, മനസ്സിലായോ? അങ്ങനെ വിഷയം മാറ്റണോടല്ല ഞാൻ. നിങ്ങൾ അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കണ്ട. നിങ്ങൾ പലരെയും കണ്ടിട്ടുണ്ടാവും. ആ ബോധ്യം വെച്ച് എൻ്റെ മുന്നിലേക്ക് വരണ്ട. അഭിപ്രായം ചോദിച്ചാൽ തിരിച്ചു വെച്ചാൽ ഉത്തരവും പറയണം, മനസ്സിലായോ? മുഖ്യമന്ത്രി പറഞ്ഞത് വളരെ കുറഞ്ഞ സമയം മാത്രമേ അദ്ദേഹം ചർച്ച നടത്തിയിട്ടുള്ളൂ. എനിക്കറിയാം, നിങ്ങൾക്കൊക്കെ അറിയാലോ, എല്ലാവർക്കും അറിയുന്ന കാര്യം. നീ എത്ര കാലം കാത്തു? എത്ര കാത്തിരിക്കണം പറയും. അല്ല, കാത്തിരുന്ന് കാണാം, കാത്തിരിക്കണം. ബൈബിളില് ഒരു വാക്യമുണ്ട്, എന്താ അറിയോ? ക്ഷമിക്കുന്നവർക്കാണ് വിജയം. ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണ്. പരാതി സ്വീകരിക്കുന്നു, എന്നിട്ട് പോലും പോലീസിന്റെ മനോവീര്യം തകർക്കുകയാണ് താങ്കളെന്ന് മുഖ്യമന്ത്രി അഭിപ്രായപ്പെടുന്നു. എൻ്റെ പൊന്നാര അരുണേ, നീ ഇവിടുന്ന് ഇറങ്ങി നേരെ ബാക്കിൽ പോലീസ് സ്റ്റേഷനാണല്ലോ. നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ മുമ്പിലല്ലേ? നിനക്ക് പരിചയമില്ല, ആരെങ്കിലൊക്കെ ഉണ്ടാവില്ലേ പത്രക്കാരൻ? നിനക്ക് ഒരു 4 പോലീസുകാരെ വിളിച്ചിട്ട്, അല്ല സഹോദര, ഈ വാർത്തയൊക്കെ വന്നതിന് ശേഷം നിങ്ങളുടെ മനോവീര്യം തകർന്നൊക്കെയാണോ വർദ്ധിച്ചിട്ടാണോന്ന് ചോദിക്കുന്നു. എന്നിട്ട് അന്ന് നിൻ്റെ ഇതിലൊന്ന് വിട് ആ സാധനം, ആ പോലീസുകാരുടെ സ്റ്റേറ്റ്മെൻറ്റ് സ്വകാര്യമായിട്ട് പറഞ്ഞാൽ മതി. അല്ല, അത് ചെയ്തു തരുമോ? അരുണ ചെയ്തു തരുമോ? അത് ചെയ്യോ? അല്ല, അത് ചെയ്യല്ലോ. ഇത് നിങ്ങളെ ബാക്കിയല്ലേ? നിങ്ങൾ 4 പോലീസുകാരെ പോയി ചോദിക്കുന്നത്. അല്ല സഹോദരൻ, ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങളെ മനോവീര്യം, ഈ അൻവർ ഈ സ്റ്റേറ്റ്മെൻറ്റൊക്കെ നടത്തി ഇവർക്കെതിരെതൊക്കെ പറഞ്ഞിട്ട് മനോവീര്യം തകർന്നതാണോ ചോദിക്കുന്നത്. 10 പോലീസുകാരോട് ചോദിച്ചാൽ അതിൽ 9 പോലീസുകാരും ഞങ്ങളെ മനോവീര്യം കൂടിയതാണ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ പരിപാടി നമുക്ക് നിർത്താൻ 100% തെറ്റാണ്. പോലീസിൻ്റെ മനോവീര്യം ഉയർന്നിരിക്കുകയാണ്, കള്ളന്മാരുടെ മനോവീര്യം തകർന്നിരിക്കുകയാണ്. കൊള്ള സംഘമായ പോലീസിൻ്റെ ക്രിമിനലുകളുടെ മനസ്സാണ് തകർന്നിരിക്കുന്നത്. സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥരുടെ മനോവീര്യം അടിച്ചു കയറിയിരിക്കുകയാണ്. എനിക്കറിയാം.